ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? 2022 ഒരു കിളി വളർത്തുന്ന ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബ്രൈറ്റ് വുഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കഥയുടെ വൺ ലൈനോ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. കഥ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിലേ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജെയിൻ എന്ന് പറഞ്ഞൊരു പെണ്ണിനെയാണ്. അവളിപ്പോൾ രാവിലെ തന്നെ ഓടാനായിട്ട് ചെവിയിൽ ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് റോഡിലൂടെ ഓടിപ്പോകുന്നു. അതേപോലെ തന്നെ അവൾ കേൾക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഡിവോഴ്സ് ആവുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു പോഡ്കാസ്റ്റ്. അപ്പൊ അവളുടെ പിറകെ ഓടി വരുന്ന ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ഡാൻ. അത് വേറെ ആരുമല്ല, ജെന്നിന്റെ ഭർത്താവാണ്. ഇപ്പൊ അവൻ അവളുടെ പിറകെ ഓടി വരാൻ കാരണം ജെയിനിന്റെ ആ ഒരു ഡിവോഴ്സിന്റെ കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റിയെല്ലാം നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞിട്ട് അവളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ പിറകെ അവൻ ഓടുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായെങ്കിലും രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിന് ചുറ്റിനുള്ള ഒരു വഴി എത്തുമ്പോഴത്തേക്കും ഡാൻ പെട്ടെന്ന് അവളെ അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ഇതിനു മുന്നേ രണ്ടുപേരും ഇവിടേക്ക് വന്ന ഒരു കാര്യം അവനിങ്ങനെ പറയുന്നു, അന്ന് നീ വളരെ സുന്ദരിയായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോൾ ഡാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്നിട്ട് ഒരു സെൽഫി എടുക്കാം എന്നെല്ലാം കുറെ നേരം അവളോട് പറഞ്ഞ അവസാനം ജെൻ അതിന് സമ്മതിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും അവിടെ നിന്നൊരു സെൽഫി എടുക്കാണ്. എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ജെയിൻ അവിടെ നിന്ന് പോകുമ്പോൾ ഡാൻ ഇപ്പോൾ വീണ്ടും അവളെ വിളിച്ചിട്ട്, നീ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇന്നലെ രാത്രി ഞാൻ അത്ര പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇന്നലെ രാത്രിയിലെ ജെയിനിന്റെ പ്രൊമോഷൻ പാർട്ടി വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഡാൻ നല്ലതുപോലെ മദ്യപിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി ആ ഒരു പാർട്ടി തന്നെ കുളമാക്കി. അതുകൂടിയാവുമ്പോൾ ജെയിൻ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ദേഷ്യമെല്ലാം കാരണമാണ്. ഇതെല്ലാം കൊണ്ടാണ് അവളെ ഡിവോഴ്സിനെ പറ്റി തന്നെ ചിന്തിക്കാനായിട്ട് കാരണം. അങ്ങനെ ഇതിനെപ്പറ്റിയെല്ലാം ഒരുപാട് പറഞ്ഞിട്ട് അവൾ നല്ല ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഡാൻ ആണെങ്കിൽ അവളുടെ പിറകെ തന്നെ ഉണ്ട്. അങ്ങനെ അവൾ ഓടിപ്പോകുമ്പോൾ സൈഡിലായിട്ട് ഒരു ബാരല്, അതൊരു പഴയ ബാരല്, അതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നോക്കിയിട്ടാണ് അവൾ ഓടുന്നത്. ഡാൻ ആണെങ്കിലോ പിറകെ തന്നെ പതിയെ നടന്നു വരുന്നു. അങ്ങനെ ജെയിൻ കുറേ ദൂരം ഓടി ഈ കുളത്തിന് വശത്തോടുള്ള ആ ഒരു റോഡാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ കുളത്തിനടുത്തായിട്ട് ഹൂഡിയെല്ലാം ഇട്ടിട്ട് ഒരാള് ആ കുളത്തിലേക്ക് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഓടി പോകുന്നതും പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ശബ്ദം ഇവരുടെ തലയ്ക്കുള്ളിൽ കേൾക്കുന്നതും അവർക്ക് രണ്ടുപേർക്കും അത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഈ ശബ്ദം കേട്ടിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നതും ഇപ്പോൾ ജെയിൻ അവിടെ നിന്നും ഓക്കെ, അത് അവൾക്ക് ഹെഡ്സെറ്റിലൂടെ വല്ലതും കേട്ടതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവള് പിന്നെയും ഓടി കുറേ ദൂരം ഓടിയിട്ട് വീണ്ടും ആ കുളത്തിനടുത്തുണ്ടല്ലോ ഇവർ രണ്ടുപേരും നേരത്തെ വന്ന് സംസാരിച്ച ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ ഡാനിനെ അവിടെ കാണുന്നില്ല. അവൾ കുറെ നേരം അവിടെ നിന്നിട്ട് ഡാനിനെ ചുറ്റിനും നോക്കുന്നുണ്ട്. അതേസമയം ഡാനാണെങ്കിലോ പതിയെ നടന്നു വരികയാണല്ലോ. അങ്ങനെ നടന്നു വരുമ്പോൾ അവന്റെ അടുത്തൂടെ ആരോ ഒരാൾ വളരെ വേഗതയിൽ ഓടിപ്പോകുന്നു. ഇവൻ പെട്ടെന്ന് ഇതാരാന്നും പറയുന്നത് നോക്കുന്നത് പെട്ടെന്ന് അയാളെ കാണാനില്ല. അങ്ങനെ ഡാൻ അത് കാര്യമാക്കാതെ പിന്നെയും കുറെ മുന്നിലേക്ക് വരുമ്പോൾ ജെൻ നേരത്തെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരു ബാരലിൽ നിറയായിട്ട് വെള്ളമായിട്ട് കിടന്നിരുന്നല്ലോ. ആ ബാരലിൽ ഡാൻ കാണുന്നുണ്ട്. ഇപ്പൊ അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതില് ജെൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഹെഡ്സെറ്റ് കിടക്കുന്നു. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജെൻ അവിടേക്ക് ഓടി വന്നിട്ട് ഇവനങ്ങ് പേടിച്ചു പോവും. അപ്പോൾ ജെൻ പറയും, ശരി ബാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവനെ വിളിച്ച് ഇവര് രണ്ടുപേരും തിരിച്ച് ആ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ഈ കുളത്തിലിറങ്ങി നീന്തരുതെന്ന് പറഞ്ഞിട്ട് ആ ബോർഡിനടുത്തേക്ക് തന്നെ വരുന്നു. അവിടെ വരുമ്പോഴത്തേക്കും ഡാൻ പറയുന്നത്, ഓക്കെ, ഞാൻ നിന്നോട് ചെയ്ത പല കാര്യങ്ങൾക്കും നിന്നോട് സോറി പറയാണ്. അപ്പോഴാണ് ജെയിൻ പറയുന്നത്, അതല്ല നീ ഇവിടെ ചുറ്റിനും നോക്കിയേ. അപ്പോൾ അവൻ പറയും, നോക്കി, ഞാനൊന്നും കാണുന്നില്ലല്ലോ. അതല്ല ഈ സൈൻ ബോർഡ് കണ്ടോ? അതേ കണ്ടു, പക്ഷേ നടപ്പാതയോടെ എന്ന് പറയുമ്പോൾ നേരത്തെ അവിടെ ഒരു നടപ്പാത ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഡാൻ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് അത് ചിലപ്പോൾ അപ്പുറത്തെ വശത്തായിരിക്കും, ഇവിടെ 2 സൈൻ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ അവള് പറയുമില്ല, ഞാനൊരു ഒറ്റ റൗണ്ട് മാത്രമേ ഈ കുളത്തിന് ചുറ്റുമായിട്ട് ഓടി വന്നിട്ടുള്ളൂ, പക്ഷേ നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ആ ഒരു നടപ്പാത അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ രണ്ടുപേരും അതിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ എന്തോ സംതിങ് സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ചു ദൂരം നടന്നു വന്നിട്ട് ഇവര് രണ്ടുപേരും പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 2 വശങ്ങളിലേക്ക് നടന്നാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും 2 വശങ്ങളിലേക്ക് നടക്കാൻ പോകുമ്പോൾ ഡാൻ അവളോട് വീണ്ടും സോറി പറയാണ്. അവൻ ഇത്രയും കാലം അവളോട് അങ്ങനെയെല്ലാം കാണിച്ചതുകൊണ്ടും ഇവരുടെ കല്യാണ ജീവിതം അത്രയും നല്ലതുപോലെ പോകാത്തത് കൊണ്ടെല്ലാം ഇനിയെങ്കിലും അത് ശരിയാവുന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് സോറിയെല്ലാം പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും 2 വശങ്ങളിലേക്ക് നടക്കുന്നു. അങ്ങനെ കുറേ ദൂരം നമ്മുടെ ജെൻ നടന്ന് അവസാനം ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെ പ്ലാൻ എന്താണ്? നടന്ന് ആ ഒരു സൈൻ ബോർഡ് ഉണ്ടല്ലോ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും നടക്കുന്നത്. അങ്ങനെ നടന്ന് കുറച്ചു ദൂരം എത്തുമ്പോൾ തന്നെ നമ്മുടെ ഡാൻ വന്ന് ജെന്നിനെ ഇടിക്കുന്നു. കാരണം ഇവർ നടന്നിട്ട് കുറച്ചു ദൂരം പോലും ആയിട്ടില്ല. അതിനു മുന്നേ ഡാൻ വന്നിട്ട് ജെന്നിനെ ഇടിക്കുമ്പോഴത്തേക്കും അവൾ അങ്ങ് പേടിച്ചു പോവും. ഇപ്പൊ അവള് പറയും, നീ ആ ഒരു സൈൻ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
അവൻ പറയും ഇല്ല കണ്ടില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരുമിച്ച് തന്നെ നിൽക്കാം, രണ്ടു വഴിക്കായിട്ട് പോണ്ടാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുളത്തിന്റെ മറുവശം ഉണ്ടല്ലോ, അവിടെ നിന്നും എന്തോ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത് പോലെ, ആരോ ഫോട്ടോ എടുക്കുന്നത് പോലെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അങ്ങനെ അവൾ അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഡാൻ വന്നിട്ട് അവളെ ഇടിക്കാനായിട്ട് വരുമ്പോൾ അവളങ്ങ് പേടിച്ചു പോകും. എന്നിട്ട് ചോദിക്കും നീ ആ ഒരു വഴി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നേരത്തെ സംഭവിച്ചതൊന്നും അറിയാത്തതുപോലെ അവളോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും നടന്ന് ആ ഒരു സൈൻ ബോർഡ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് വരും. അപ്പോഴാണ് ഡാൻ പറയുന്നത് ഇതുപോലൊരു സൈൻ ബോർഡ് എന്തിനാ ഇവിടെ വെക്കുന്നത്? സത്യത്തിൽ ഞാൻ ഇതുവരെയും ഈ കുളത്തിൽ ഒരാളെ നീന്തുന്നത് കണ്ടിട്ടില്ല, നീ കണ്ടിട്ടുണ്ടോ? ഇത്രയും വൃത്തികെട്ട വെള്ളത്തിൽ നീന്തരുതെന്ന് ഇതുപോലെ സൈൻ വെക്കാനായിട്ട് ആർക്കാ തോന്നുന്നത്? അപ്പോ ജെയിൻ ചോദിക്കും ശരി നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സൗണ്ട് ചെവിയിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ചിലപ്പോ നീ നല്ലതുപോലെ ദേഷ്യപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ ടെൻഷൻ ഉള്ളത് കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. അപ്പോൾ ജെൻ പറയും ശരി എന്തൊക്കെയായാലും ആ ഒരു സൈൻ അവിടെ നിന്ന് ഊരി കളഞ്ഞത് എന്ന് പറയുമ്പോൾ ഡാൻ അതുപോലെ ഊരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. കുറെ നേരം ട്രൈ ചെയ്തെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കാണ് ജെൻ അവളുടെ ഫോണിൽ സിഗ്നൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കും. പക്ഷേ സിഗ്നൽ ഇല്ല. ഡാൻ ആണെങ്കിലോ അവന്റെ ഫോൺ എടുത്തിട്ട് അവന് സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ഫോണിൽ സിഗ്നൽ കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഫോണും കൊണ്ട് സിഗ്നൽ കിട്ടാൻ വേണ്ടി അതുവഴിയെ നടന്നു പോവാണ്. കുറേ ദൂരം ഫോണും പിടിച്ചങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിന് മുന്നേ കണ്ട ആ ഒരു ബാരൽ ഉണ്ടല്ലോ അതേ സെയിം ബാരല് അവിടെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട രണ്ടുപേരും വീണ്ടും അവിടെ നിന്ന് ഓടുകയാണ്. ഇതെന്താണ് വീണ്ടും വീണ്ടും ഇത് തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പേടിച്ചങ്ങനെ ഓടുമ്പോഴത്തേക്കും കുറെ മുന്നിലായിട്ട് ഓടിയിട്ട് ആ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു. ഇത് കണ്ട രണ്ടുപേരും ഫോണും തിരിച്ചു വെച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം, അതും തിരിച്ചാണ് ഓടുന്നത്. അങ്ങനെ രണ്ടുപേരും ഓടി ഓടി വരുന്നത് ആ നോ സ്വിമ്മിങ് എന്നുള്ള സൈൻ ബോർഡ് ഉണ്ടല്ലോ അതിനടുത്തേക്ക്. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് ഇത്തവണ അവളൊരു കാര്യം കാണുന്നത്. അവളുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് താഴെ കിടക്കുന്നു. പക്ഷെ അവളുടെ ഹെഡ്സെറ്റ് ആണെങ്കിലോ അവളുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ജെയിനിന് ആകെ ദേഷ്യം വന്ന് ജെയിൻ ഇപ്പോ ഡാനിനെയാണ് വഴക്ക് പറയുന്നത്. ഇതിനെല്ലാം കാരണം നീയാണ്, നീ ഇന്നലെ ചെയ്തതുപോലെ എന്നെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ എന്നോടുള്ള ദേഷ്യം കാരണം എന്നെ നീ പ്രാങ്ക് ചെയ്യലേന്ന് പറഞ്ഞിട്ട് ഡാനിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡാൻ പറയും ഇല്ലല്ല ഞാനല്ല, നീ എന്തായാലും ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ അവളെ വിളിച്ച് കാടിനുള്ളിലേക്ക് പോകും. എന്താന്ന് വെച്ചാൽ നേരെ നടന്നു പോവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പിടിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറെ നേരം നടക്കുമ്പോഴത്തേക്കാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവർ ഇത്രയും നേരം നടന്നിട്ടും ഈ കാടിന് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇവരിവിടേക്ക് വരുമ്പോൾ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം നടക്കുമ്പോഴത്തേക്കും ഈ കാട് വിട്ട് വെളിയിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ മനുഷ്യരോ റോഡോ വീടുകളോ അങ്ങനെ ഒരു കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഡാനിന് കാലുവേദന എടുത്തിട്ട് അടുത്തുള്ളൊരു പാറയുടെ മുകളിലേക്ക് അവൻ കയറിയിരിക്കും. അപ്പോഴാണ് വീണ്ടും ഇവരുടെ ചെവിയിൽ ആ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോഴും അവൻ പറയുന്നത് ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവർ കാരണമായിരിക്കും നിനക്ക് തലവേദന എടുക്കുന്നതെന്നാണ്. അപ്പോൾ ജെയിൻ പറയും ശരി ഇവിടെ നിന്നും അടുത്തുള്ള ആ ഒരു റോഡിലേക്ക് പോകാനുള്ള വഴി എവിടേക്കാണ്? അത് ഡാനിന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചാലേ മതിയാവൂ. അപ്പോൾ ഡാൻ പറയും ശരി നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേ ദിശയിലേക്ക് പോകാൻ കഴിയും എന്നെല്ലാം അവൻ ഇവളുമായിട്ട് ആ ഒരു ഡിവോഴ്സിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ജെയിനിന് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ എല്ലാ തവണയും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു കമ്പെടുത്ത് നിന്റെ കഴുത്തിലേക്ക് കുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് അവളുടെ ദേഷ്യം കാരണം അവളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം അവനോട് പറയുന്നതും അവൾ എന്തുകൊണ്ടാണ് അവനെ വെറുക്കാനുള്ള കാരണമെന്നെല്ലാം ഇതിലൂടെ തന്നെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവനൊരു മദ്യപാനിയാണ്. അതേപോലെ നല്ലതുപോലെ ഡ്രസ്സ് ചെയ്യോ അല്ലെങ്കിൽ കുളിക്കുകയോ പല്ലേക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, നഖം വെട്ടത്തില്ല. ഇതുപോലെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരാളോടൊപ്പം നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത് എന്നുകൂടി പറയുമ്പോഴത്തേക്കും അവന് മനസ്സിലായി എന്തായാലും അവളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, ജെയിൻ അവളെ നല്ലതുപോലെ വെറുക്കുന്നുണ്ടെന്ന്. ഡാൻ ഇപ്പൊ അവന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഓക്കെ ഞാൻ എന്തായാലും എല്ലാം മനസ്സിലാക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നീ ജീവിച്ചോ, അതുവരെ നമ്മൾ എന്തായാലും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് ഡാൻ പറയും വെളിയിൽ വന്നു കഴിഞ്ഞാൽ നീ എന്റെ അമ്മയോടൊപ്പം ജീവിക്കാൻ പറയുമ്പോൾ അവൾക്ക് അവന്റെ അമ്മയോടൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല. ഓക്കെ എന്തായാലും അവള് തന്നെ വിട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഡാൻ നമുക്ക് എന്തായാലും ഈ വഴി പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും അതുവഴിയെ കുറെ ദൂരം ഓടുന്നു. ഓടി ഓടി അവസാനം എത്തുന്നതോ ആഹാ ആ കുളത്തിനടുത്തേക്ക്. ഇത് കാണുന്ന ജെയിനാണെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളിപ്പോ ഇല്ല 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 അല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതും പറഞ്ഞ് അവള് വീണ്ടും ഈ കാടിനകത്തേക്ക് തന്നെ ഓടും. ഇപ്പൊ ഡെയിനും അവളുടെ പിറകെ തന്നെ ഓടുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറെ ദൂരം ഓടി ഓടി അവസാനം എത്തുന്നതോ അതേ കുളത്തിനടുത്തേക്ക്. എന്താന്ന് വെച്ചാൽ ആ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക്. ഇത് കാണുമ്പോഴത്തേക്ക് ജെയിൻ ആണെങ്കിലോ പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങും. ഡാൻ ആണെങ്കിലോ ഇപ്പൊ ഭ്രാന്ത് പിടിച്ചതുപോലെ ചിരിക്കാൻ തുടങ്ങാണ്. അങ്ങനെ അവസാനം നമ്മുടെ ജെയിൻ തറയിൽ കിടന്നിട്ട്
ഡാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഡാൻ പറയുന്നത്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേ പെട്ടെന്ന് ഇതുപോലൊരു ശബ്ദം, ആരോ ഒരാൾ ഓടാൻ പറയുന്നത് പോലെ. അത് മലറി വിളിച്ചാണ് പറയുന്നത്. ഇതുകൂടിയാവുന്നതും ഇത്തവണ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടുപേരും അവിടേക്ക് പോവും. ജെയിനാണെങ്കിൽ അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. കുറെ ദൂരെ രണ്ടുപേരും നടന്നു ചെല്ലുമ്പോഴാണ് ഹൂടിയിട്ട ആ ഒരാള് വഴിയിൽ നിൽക്കുന്നു. ഇത് കണ്ട ഇവര് രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് നടന്നു പോവും. അപ്പൊ ഇത് കണ്ട അയാളാണെങ്കിലോ പെട്ടെന്ന് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടിക്കായിരുന്നു. അപ്പൊ ഇവരും മാറി നിൽക്കത്തില്ല. ഇത്തവണ എന്തായാലും അയാളുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇവരും അയാളോടൊപ്പം കാടിനുള്ളിലേക്ക് കയറി പോവാണ്. കുറെ ദൂരം അകത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴാണ് അയാൾ ആ ഒരു കാടിനുള്ളിൽ അനങ്ങാതെ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും പുറകിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഡാൻ അയാളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്. ഹേയ്, നിങ്ങൾ ആരാണ്? ഇവിടെ എല്ലാം ഓക്കെ ആണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ മറുപടിയൊന്നും പറയാതെ അനങ്ങാതെ തന്നെ നിൽക്കും. ഇത് കണ്ട ജെയിൻ പറയും, അതെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ അപ്പോഴും അയാൾ അനങ്ങാതെ തന്നെ നിൽക്കാണ്. അപ്പോൾ ജെയിൻ ഡാനിനോട് പറയും, നീ അവന്റെ അടുത്തേക്ക് പോയി അവനോട് സംസാരിക്കാൻ പറയുമ്പോൾ ഡാൻ പറയും, ഇല്ലില്ല, ഞാനൊന്നും അവന്റെ അടുത്തേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ച് നിൽക്കാണ്. അതുകൊണ്ട് ഡാൻ എന്താ ചെയ്യുന്നറിയോ, താഴെ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് അയാളുടെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ടും അയാൾക്കൊരു അനക്കവുമില്ല. അയാള് മറുപടിയൊന്നും പറയാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ അവിടെ തന്നെ നിൽക്കും. ഇത് കണ്ട ജെയിൻ എന്താ ചെയ്യുന്നറിയോ, അവൾ ഓടി അയാളുടെ പിറകെ വന്നിട്ട് അയാളുടെ തോളിൽ ഒരടിയടിച്ച് വീണ്ടും തിരിച്ചു ഓടി ഡാനിനടുത്തേക്ക് വന്ന് നിൽക്കാണ്. അങ്ങനെ കുറെ നേരം ഇവർ രണ്ടുപേരും അനങ്ങാതെ നിൽക്കുന്നതും പെട്ടെന്ന് ഇവരുടെ പിറകെ വേറൊരു ഓടിയിട്ടൊരാള് ഇവരുടെ അടുത്തോടെ ഓടി വന്നിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ അവന്റെ മുന്നിലോടെ ഓടി മറ്റൊരു വശത്തേക്ക് പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നോക്കി തന്നെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ മുന്നിൽ നിൽക്കുന്നവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇവരോട് പറയും അവിടെ നിന്ന് ഓടാനായിട്ട്. പക്ഷെ പറയുന്നത് ആരാന്നറിയോ, അത് വേറെ ആരുമല്ല, ഡാൻ തന്നെയാണ്. ഇത് കണ്ട രണ്ടുപേരും ആകെ അന്തം വിട്ട് ഞെട്ടിങ്ങനെ നിൽക്കാണ്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഇപ്പൊ കാണിക്കുമ്പോൾ ജെയിനിന്റെ പിറകെ ഓടിയിട്ട അതേ ആള് വന്നിട്ട് അവളുടെ മുതുകിലേക്ക് മൂർച്ചയുള്ള ഒരു കമ്പ് കൊണ്ട് ഒരു ഒറ്റക്കൊത്ത് ഡാനിന്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ അവൻ കൊല്ലുകയാണ്. ഇത് കണ്ട ഡാനാണെങ്കിൽ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഓടുന്ന ഡാനാണെങ്കിലോ ഓടി ഓടി ഈ കുളത്തിനടുത്തുള്ള ആ ഒരു റോഡുണ്ടല്ലോ അതുവഴി ഓടി വരുമ്പോഴത്തേക്കും വേറൊരുത്തിന് ഇടിക്കുന്നുണ്ട്. ഇടിച്ച് താഴെ വീണ് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഓടി ഓടി ഒരു വിധത്തിൽ വീണ്ടും ആ കുളത്തിനടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ജെയിനിന്റെ നിലവിളി അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അവൻ പറയും, ഇല്ല ജെയിൻ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജെയിൻ അവനെ വന്നൊരു ഒറ്റയിടി. ഇപ്പൊ അവന്റെ കൺമുന്നിൽ വെച്ച് മരിച്ച ജെയിൻ അവന്റെ കൺമുന്നിൽ വീണ്ടും കാണുമ്പോഴത്തേക്കും അവൻ പറയും, സോറി ജെയിൻ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് സോറി പറയുന്നു. പക്ഷെ ജെയിനിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ എന്താണ് പറയുന്നതെന്ന്. അതുമല്ല അവൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് എങ്ങനെയാണെന്നും അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആകെ ടെൻഷനായ ഡാനാണെങ്കിലോ അവിടെ നിന്ന് ഓടിയിട്ട് മറ്റൊരു വശത്തേക്ക് വന്ന് കുറച്ചു നേരം ആ മരത്തിനടുത്തായിട്ട് മാറി നിൽക്കും. എന്നിട്ട് ഛർദ്ദിക്കെല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പൊ ജെയിൻ ചോദിക്കും, അല്ല നീ എന്താ ഈ ചെയ്യുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡാൻ പറയും, ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോയതാണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടക്കുമ്പോൾ ജെയിനും അവന്റെ പിറകെ തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവൻ നടന്ന് വീണ്ടും ആ ഒരു സൈൻ ബോർഡുള്ള ഭാഗത്തേക്ക് എത്തിയിട്ട് ഇപ്പൊ ഇതിനു മുന്നേ അവർ സംസാരിച്ചല്ലോ ഈ കുളത്തിലെ ആരാണ് നീന്താൻ പോകുന്നുള്ള കാര്യം, അതേ കാര്യം വീണ്ടും സംസാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴാണ് ജെയിനിന് വീണ്ടും താഴെ കിടന്നിട്ട് അതേ ആ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നത്. പക്ഷെ ഇത്തവണയും അവളുടെ പോക്കറ്റിൽ സെയിം ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഡാൻ പിന്നെയും കാടിനുള്ളിലേക്ക് നടന്നു പോകുന്നു. അപ്പൊ ജെയിനും അവന്റെ പിറകെ തന്നെ വരുന്നുണ്ട്. കുറെ ദൂരം അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഡാൻ തിരിഞ്ഞു നിന്നിട്ട് ജെയിനോട് പറയുന്നത്, ഓക്കെ, ഇനി നിന്നെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കത്തില്ല, നേരത്തെ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ഇനി സംഭവിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ അവൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല ഇവൻ എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ടാണ് അവൾ നിൽക്കുന്നത്. എന്നിട്ട് അവൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, നീ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. എന്താന്ന് വെച്ചാൽ ഈ സൂര്യൻ ഇവിടെ നിന്ന് മാറുന്നതായിട്ട് ഇതുവരെയും അവൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അവളുടെ തോളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അവള് നീ എന്താ പറയുന്നത് ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്നതും പെട്ടെന്ന് മറ്റൊരു ഡാൻ ഉണ്ടല്ലോ അവനെങ്ങനെ ഈ ഡാനിന്റെ പിറകിലൂടെ വന്നൊരു വടിയെടുത്ത് അവന്റെ തലയിലേക്ക് അടിച്ച് ഇവിടെ നിൽക്കുന്ന ഡാൻ വന്ന് താഴെ വീഴുന്നതും ഇപ്പൊ പുതിയതായിട്ട് വന്ന ഡാൻ ഉണ്ടല്ലോ അവൻ താഴെ ഇരുന്ന് ഛർദ്ദിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, അല്ല നിനക്ക് എന്റെ മുടി കണ്ടിട്ട് മനസ്സിലായില്ലേ, ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം പറയുന്നതും ജെയിൻ ആണെങ്കിലോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ മരിച്ചു കിടക്കുന്ന ഡാനിന്റെ ദേഹത്ത് നിന്നും അവന്റെ ആ ഒരു ഷർട്ട് വലിച്ചൂരി അവൾ ഇടുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയിട്ട് പല ടൈമിൽ നിന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ്. അങ്ങനെ ജെയിൻ ആണെങ്കിലോ ഈ പുതിയ ഡാനിനോട് പറയുന്നുണ്ട്, അവൻ എന്നെ നോക്കിയ രീതി വളരെ പാവമായിട്ടാണ് തോന്നിയത്, ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും സെയിം ആണെങ്കിലോ എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ താഴെ കിടക്കുന്ന ആ ഒരു ഡാൻ മരിച്ചിട്ടില്ല. അവനിപ്പോൾ പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങും.
ഇത് കണ്ട ജെയിൻ ആണെങ്കിലോ ഇല്ലില്ല അവൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു കമ്പെടുത്ത് നേരെ ആദ്യത്തെ ഡാനിനടുത്ത് ഈ വന്ന് അവന്റെ ദേഹത്തേക്ക് കയറിയിരുന്ന് അവനെ അവിടെ വെച്ച് തന്നെ കുത്തി കൊല്ലുകയാണ്. എന്നിട്ട് ജെയിൻ ആ ഒരു പാർട്ടിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞിട്ട് അവസാനം ഓടാൻ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടിയിട്ട് ഇപ്പൊ ഒരു ചെറിയ അരുവിയുണ്ട്, അതിനടുത്ത് ഈ വന്നിരുന്ന് വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും പല ആളുകളുടെ ശബ്ദം ഈ കാടിനുള്ളിൽ നിന്ന് ഇവർ കേൾക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കുന്നതും ഇപ്പൊ ഇവരെ പോലെ തന്നെ ലൂപ്പിൽ വിട്ട അടുത്ത രണ്ടുപേരുണ്ടല്ലോ സെയിം ആളുകള്, അവര് രണ്ടുപേരും ഇതിന്റെ മുകളിൽ നിൽക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവര് പല രീതിയിലുള്ള ടൈം ലൂപ്പിൽ പെട്ടുപോയതാണെന്ന്. അപ്പൊ പുതിയ പേരുണ്ടല്ലോ അവർക്കറിയത്തില്ല അവരിപ്പോഴും എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാൻ ചോദിക്കും, ശരി നമ്മൾ അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ഇല്ല വേണ്ട, നമ്മൾ അവരെ ഫോളോ ചെയ്യണ്ട എന്ന് ജെയിൻ പറഞ്ഞിട്ട് ഇപ്പൊ ജെയിൻ ഡാനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നീയാണ് ബെറ്റർ ആയിട്ടുള്ള ഡാൻ എന്ന്. ഇനിയിപ്പോ ദേഷ്യമുള്ള ആ ഒരു ഡാൻ എപ്പോഴാണ് എന്റെ അടുത്ത് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ തന്നെ എന്നോടൊപ്പം നിന്നാ മതി. അതുമല്ല നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് കുറച്ച് മാറി നിൽക്കാണ്, ഈ മൂത്രമൊഴിക്കാനായിട്ട് പോയേക്കാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ഡാൻ തന്നെ പറയുന്നുണ്ട്, ശരിയാണ് അവള് പറഞ്ഞതുപോലെ ഞാൻ നല്ലവനായിരിക്കും, ഇനിയിപ്പോ മോശപ്പെട്ട ഡാൻ എവിടെ ആയിരിക്കും, അതുപോലെ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ലൂപ്പിൽ പെട്ടതാണോ, അതോ മരണപ്പെട്ടതാണോ, ഇനി വരുന്ന വഴിക്ക് വല്ല വണ്ടി ഇടിച്ച് മരിച്ചോ, അതോ ഇനി ഈ കാടിനുള്ളിൽ കയറിയപ്പോ വല്ല കരടി കൊന്നോ? ഇങ്ങനെ പല കാര്യങ്ങള് ഡാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ജെയിനാണെങ്കിലും ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇപ്പൊ അവള് പറയുന്നത് ഇനി അടുത്ത വല്ല ഏലിയൻസിന്റെ എന്തെങ്കിലും സാധനങ്ങളോ എന്ന് വീണിട്ട് അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നെല്ലാം പറഞ്ഞ് വീണ്ടും രണ്ടുപേരും ആ മരത്തിന്റെ പിറയിൽ തന്നെ വന്നിരിക്കുമ്പോ മറ്റൊരു പേര് ഇതിന് മുകളിലൂടെ നടന്നു പോവാണ്. എന്നിട്ട് അവര് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നു. അപ്പൊ ജെയിൻ പറയും, എന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഞാൻ നല്ല ബെറ്റർ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഡാൻ പറയും, ഹേയ് ഇത് നല്ല രസമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അവര് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഡാൻ പറയും, നമ്മുടെ ബെസ്റ്റ് വെർഷൻസിനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കാണ് വീണ്ടും അടുത്തൊരു പേർ അവിടേക്ക് വന്നിട്ട് അവിടെ ഒരു ഡാൻ മാത്രം ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. അവനെ ബാക്കി രണ്ടുപേരും കൂടി ചേർന്ന് കൊന്നിട്ട് അവന്റെ ശരീരം അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് പോകുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവര് രണ്ടുപേരും എഴുന്നേറ്റ് കാടിനുള്ളിലൂടെ തന്നെ നടന്നു പോയിട്ട്, ഓക്കെ നമുക്ക് എന്തായാലും ഫുഡ് കണ്ടുപിടിക്കണം, പക്ഷേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ മൃഗത്തെയോ പക്ഷിയോ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡാനും ജെയിനും ഇതിനുള്ളിലുണ്ട്, ഈ ലൂപ്പിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഡിവോഴ്സിനെ പറ്റി നടന്നു പോകുമ്പോഴത്തേക്കും ഡാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളാണെങ്കിൽ ആൾറെഡി അവളുടെ ദേഷ്യം കാരണം ഒരു ഡാനിനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ പുറകെ നടന്നു വരും. അവസാനം ഇവരൊരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു ട്രെയിൽ. അങ്ങനെ അവിടെ എത്തിയിട്ട് അവർ രണ്ടുപേരും നടന്നു പോകുമ്പോഴത്തേക്കാണ് വീണ്ടും ഓടാനായിട്ട് പറഞ്ഞ ആരോ അലറി വിളിക്കുന്നു. ഇതിനകത്തുള്ള ഡാനുകളുണ്ടല്ലോ അതിലേതോ ഒരു ഡാനാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും നടന്നു പോകുമ്പോഴത്തേക്കും ഇത്തവണ കുറച്ച് ദൂരെയായിട്ട് ജെയിനിന്റെ ആ ഒരു ഹെഡ്സെറ്റ് കിടക്കുന്നു, അതിൽ നിന്നും ഒരുപാട് രക്തം താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അതേ കുളത്തിനെ കാണുമ്പോൾ നമ്മുടെ ജെയിന് ആകെ ഭ്രാന്ത് പിടിച്ചിട്ട്, ഞാനൊരാൾ മാത്രമേ ഉള്ളൂ, ഞാൻ നല്ല വ്യക്തിയാണോ അല്ലയോ എന്ന് പോലും അവൾക്ക് അറിയാൻ വയ്യെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി പിടിച്ച് കരയാൻ തുടങ്ങുന്നത്. ഡാൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരുപക്ഷെ ഞാനായിരിക്കും മോശപ്പെട്ട വ്യക്തി എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സമാധാനിപ്പിച്ച് അവസാനം അവളെ അങ്ങ് കിസ് ചെയ്യുന്നതും അവൾ ഇപ്പൊ കുറച്ച് അടങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ആ മരങ്ങൾക്കിടയിലൂടെ ജെൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താന്ന് വെച്ചാല് അവിടെ ചെറിയൊരു ടെന്റ് ഉണ്ട്. അങ്ങനെ രണ്ടുപേരും പതിയെ നടന്ന് ആ ഒരു ടെന്റിനടുത്തേക്ക് വന്നിട്ട് അതിനുള്ളിലേക്ക് നോക്കുമ്പോ അതിന് വെളിയില് ഒരുപാട് ഹെഡ്ഫോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഡാനിന്റെ ഫോൺ കിടപ്പുണ്ട്. അതേപോലെ അതിനുള്ളിലെ വർഷങ്ങളായിട്ട് അഴുകി കിടക്കുന്ന ഇവരിൽ ആരുടെ ഒരാളുടെ ശരീരവും കിടപ്പുണ്ട്. അതുമല്ല ആ ഒരു ഫോണിലാണെങ്കിലോ ഇവരിൽ ഒരാളെ കൊന്നു വെച്ചേക്കുന്ന ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. അതിലൂടെ തന്നെ രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ലൂപ്പിൽ നിന്നും അവർ ഒരിക്കലും രക്ഷപ്പെട്ടു പോയിട്ടില്ലാന്ന്. കാരണം വർഷങ്ങളായിട്ട് ഇതിനകത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും കഴിയുന്നതെന്ന്. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ ഇഷ്ടം പരസ്പരം മുഖത്തോടെ തന്നെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ഈ ലൂപ്പിൽ പെട്ട ഏറ്റവും പഴയ ഡാൻ ഉണ്ടല്ലോ അവൻ വന്ന് ഈ ഡാനിനെ ഒരു ഒറ്റയടി അടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ ഇത് കണ്ട് പേടിച്ച നമ്മുടെ ജെയിൻ ആണെങ്കിലോ അടുത്തുള്ള കാടിനകത്തേക്ക് വീണ്ടും ഓടിക്കയറുകയാണ്. അങ്ങനെ ഓടി അകത്തേക്ക് പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന മറ്റൊരു ജെയിന്റെ മുകളിലേക്ക് തട്ടിയിട്ട് അവള് താഴെ വന്ന് വീഴും. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അങ്ങനെ ഓടുകയാണ്. ഓടി ഈ വഴിയിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത ഡാൻ ഉണ്ടല്ലോ അതവിടെ നിൽക്കുന്നു. ഇത് കാണുന്ന ജെയിൻ ആണെങ്കിലോ ആ ഒരു ഹൂടിയെടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ അവള് പതിയെ ആ സൈൻ ബോർഡുള്ള ആ ഒരു ഭാഗത്തേക്ക് വരും. അവിടെ നിന്നും അവള് പതിയെ ആ ഒരു കുളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആ ഒരു കുളത്തിലൂടെ നീന്തി അവൾ മറുകരയിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ കുളത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ കുളത്തിന്റെ മറുകരയിലേക്ക് അവൾ നീന്തി കയറുകയാണ്. അങ്ങനെ കയറി കരയിലേക്ക് കിടന്നിട്ട്
എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് എന്തൊരു വെളിച്ചം എന്താണെന്ന് കാണിക്കുമ്പോൾ ഒരു സിൽവർ ബോള് അവിടെ കിടക്കുന്നു. അതിൽ തട്ടിയാണ് ആ ഒരു വെളിച്ചമുള്ളത്. അതിനടുത്തേക്ക് അവൾ നടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് പിറകിലൂടെ ഈ പഴയ വെർഷൻ ജെയിൻ ഉണ്ടല്ലോ, അവൾ വന്ന് ഈ ഒരു ജെയിനെ അടിച്ച് കൊന്നിട്ട് അവളുടെ ശരീരം വലിച്ചെടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് ഈ ക്യാമ്പിനടുത്തേക്ക് അവളുടെ ശരീരം വലിച്ചെടുത്തോണ്ട് വന്ന് കാണിക്കുമ്പോൾ ആ ഡെയിൻ ഉണ്ടല്ലോ, അവനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്, ഇവരുടെ ശരീരം അത് മുറിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. വേറെ ഒന്നല്ല, ഇവർക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം കിട്ടിയേ മതിയാവൂ. അതുകൊണ്ട് അവരുടെ തന്നെ വെർഷൻസിനെ അവർ കൊന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുമല്ല ഇവർക്കൊരിക്കലും ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോകാനും കഴിയത്തില്ല. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.